ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ നല്ല മൂവിയാണ്. അടിപൊളി, സൂപ്പർ സിനിമ. ഒരു കുഞ്ഞു പടം, അടിപൊളി. സാധാരണ ഒരു ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ നല്ലൊരു കോമഡിയാണോ? അത്യാവശ്യം കോമഡി. ജെറി മൂവിയിലെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് ചെറിയ ചെറിയ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും സ്ക്രീൻ സ്പേസ് കിട്ടിയത് ആദ്യമായിട്ടാണ്. സോ എനിക്ക് അനീഷ് ചേട്ടൻ്റെ അടുത്തും ജെയ്സൺ ചേട്ടനും ജോയ്സൺ ചേട്ടൻ്റെ അടുത്തൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ എല്ലാവരും ഞങ്ങൾ ഫുൾ ഒരു ഫാമിലി പോലെയാണ് ഈ മൂവി ഫുൾ ഷൂട്ട് നടന്നതും എല്ലാം. സോ ആ ഒരു ഫീൽ തന്നെയാണ്. പിന്നെ ഭയങ്കര സന്തോഷം, ഈ ബിഗ് സ്ക്രീനിൽ വരിക എന്നുള്ളതായിരുന്നു ഒരു സ്വപ്നം. അത് നടന്നതിലുള്ള ഒരു സന്തോഷത്തിലാണ്. എല്ലാവരും പോയി കാണണം. ഒരു ഫാമിലി മൂവിയാണ്, ഒരു സസ്പെൻസ് കോമഡി, ഒരു ഫാമിലി മൂവിയാണ്. സോ എല്ലാവരും പോയി കാണണം. അത് കണ്ടിട്ട് നിങ്ങൾ പറയണം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ആദ്യത്തെ തിയേറ്റർ റിലീസാണ്. ഒത്തിരി പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ്മയുടെ ഒരു പടം. അല്ല, എലി പ്രധാന കഥാപാത്രമല്ല. എലി കാരണമുണ്ടാകുന്നതെന്ന് പറയുന്നത് എലി അതിൻ്റെ അകത്തൊരു എന്താ പറയുക, പ്രധാന കഥാപാത്രമല്ല, പക്ഷെ എലി ഉണ്ട് അതിൽ. ആൻഡ് ഇപ്പം ജോണർ എന്ന് പറയുമ്പം ഫണ്ണി ആയിട്ടുണ്ട്, ലവ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, എവറിഥിങ് ഇസ് ദയർ. സോ ഐ ഗസ് ഫാമിലി മൂവി, ഫ്രണ്ട്സിനൊക്കെ പെട്ടെന്ന് പോയി കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ മൂവി. ഇപ്പോൾ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജെറി ഇപ്പോൾ ഹോസ്റ്റലർ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ജെറി സിനിമ റിലീസാവുന്നു. വളരെയധികം സന്തോഷമുണ്ട്. അനീഷ് ഉദയാണ് ഇതിൻ്റെ സംവിധാനം, ജയ് സിനിമ കമ്പനിയാണ് പ്രൊഡക്ഷൻ. ഇവരുടെയൊക്കെ ആദ്യത്തെ സിനിമയാണ്. അതുപോലെ ഞങ്ങളെപ്പോലെ കുറേ തുടക്കക്കാർ പ്രധാന കഥാപാത്രങ്ങളിൽ അഭിനയിച്ചൊരു സിനിമയാണ്. സണ്ണിച്ചൻ, അതുപോലെ തന്നെ പ്രമോദ് വെളിയനാണ്. അദ്ദേഹത്തിൻ്റെ ഇന്ന് അന്വേഷിപ്പിൻ കണ്ടെത്തും റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ജെറി റിലീസാവുന്നു. സസ്പെൻസ് കോമഡിയാണ് ജോണർ. അപ്പോൾ കോമഡിയൊക്കെ വർക്കായെന്ന് തോന്നുന്നു. തിയേറ്ററിൽ ചിരിയൊക്കെ കേട്ടു. അതിൽ വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇത് അതായത് അതുപോലൊരു വലിയ സിനിമയല്ല, ഇതൊരു കുറേയധികം പുതുമുഖങ്ങളിലുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റേതായ എന്താ പറയുക, പ്രൊഡക്ഷൻ്റെ വൈസ് ഭയങ്കര ചെറിയൊരു സിനിമയാണ്. പക്ഷേ എനിക്കൊന്ന് തിയേറ്ററിൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞ് അറിയുമ്പോൾ വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സന്തോഷം. എനിക്കിഷ്ടമായി. കണ്ടവരാണ് പറയേണ്ടത്, ഓഡിയൻസാണ് പറയേണ്ടത്. എന്തായാലും ഞങ്ങൾക്ക് വി ആർ പ്രൗഡ്. ഭയങ്കര ഞങ്ങൾ പ്രൗഡാണ് സിനിമയെ പറ്റി. കാരണം ഇങ്ങനൊരു ചെറിയൊരു ക്യാൻവാസിൽ നമുക്ക് ഇങ്ങനെ പടം ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ പുതിയ പ്രൊഡക്ഷനാണ്. അതുപോലെ തന്നെ പുതിയ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ടെക്നിക്കലി ആർട്ടിസ്റ്റ് വൈസ് എല്ലാം പുതിയ ആൾക്കാരാണ്, താരതമ്യേന പുതിയ ആൾക്കാരാണ്. അപ്പോൾ ഇത് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുന്നത്. ഇത് തിയേറ്ററിന് വേണ്ടി ഡിസൈൻ ചെയ്ത സിനിമ തന്നെയാണ്. സോ തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. കണ്ടിറങ്ങിയവരൊക്കെ എല്ലാവരും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല മൂമെൻറ്റ്സ് ഒക്കെ എൻജോയ് ഉണ്ടായിരുന്നു. സോ എല്ലാവരും പ്ലീസ് എല്ലാം ദയവായിട്ട് ഇത് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് പുതുമ. ഇതിന് കഥ ഒരു എന്താ പറയുക, ഒരു ചെറിയ സബ്ജക്റ്റ് ആണെങ്കിൽ അത് ഭയങ്കര എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. എസ്പെഷ്യലി ഫോർ ഡിസൈൻ ഫോർ തിയേറ്റേഴ്സിനും ഡിസൈൻ ചെയ്ത മൂവി തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ടു, പടം കൊള്ളാം. എന്താണ് പടത്തിൻ്റെ ഒരു തീം? പടത്തിൻ്റെ ഒരു തീം എനിക്ക് തോന്നുന്നതല്ല, ഞാൻ കണ്ടത് വെച്ചിട്ട് അതൊരു ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൊരു പടമാണ്. ഞാൻ നോർമൽ കാഴ്ചക്കാരനല്ല. ആൻഡ് ഒരു ഇടുക്കിയിൽ നടക്കുന്ന ഒരു രണ്ട് വീട്ടുകാർക്കിടയിലുള്ള ചെറിയ ചെറിയ കുഞ്ഞു പ്രശ്നങ്ങളും അവർ തമ്മിലുള്ള സ്നേഹവും അതിനോടനുബന്ധിച്ച് എടുക്കുന്ന കുഞ്ഞു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു ചെറിയ സിനിമയാണ്. ഹ്യൂമറാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ അതിന് ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുന്ന ഒരു ഘടകം. വളരെ റിയലിസ്റ്റിക്കായിട്ട് എടുത്തിട്ടുള്ളൊരു സിനിമയും കൂടിയാണ്. എലിയൊരു പ്രധാന കഥാപാത്രമാണ്. എലിയും ഒരു പ്രധാന കഥാപാത്രം. പോലെയൊക്കെ തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. വളരെ സന്തോഷം. നല്ല സിനിമ, രസമുണ്ട്, നല്ല ഹ്യൂമറൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ ഭയങ്കര രസമായിരുന്നു. തമാശയുണ്ട്. നല്ല ഫാമിലിക്കൊക്കെ കയറി അലക്കാൻ പറ്റിയൊരു സാധനം എല്ലാവർക്കും കയറാവുന്ന.